നിങ്ങൾ മൊബൈലിൽ SD കാർഡ് ഉപയോഗിക്കുന്ന ആളാണോ? അതായത് മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് മൊബൈലിൽ SD കാർഡ് ലോക്ക് ചെയ്തിടാൻ സാധിക്കുമോ എന്ന്. നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന SD കാർഡ് മറ്റൊരു മൊബൈലിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു SD കാർഡിലുള്ള ഫയലുകളൊന്നും ആ ഒരു മൊബൈലിൽ ഷോ ആകാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പല ആളുകളും SD കാർഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫയലുകളും അതിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു SD കാർഡ് ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ മൊബൈലിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് അതെല്ലാം കാണാനും സാധിക്കും. എന്നാൽ ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലല്ലാതെ മറ്റൊരു ഡിവൈസിലും ഈ ഒരു SD കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയലും ഷോ ആകുകയില്ല. ഏതാണ് ആ സെറ്റിങ്സ്, എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ സെക്യൂരിറ്റി എന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് SD കാർഡ് എന്ന ഓപ്ഷൻ. SD കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ മൊബൈലിലും ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻക്രിപ്റ്റ് SD കാർഡ് എന്ന ഓപ്ഷൻ വന്നിരിക്കും. ഇനി നിങ്ങൾക്കത് കാണുന്നില്ല എങ്കിൽ ബാക്ക് വന്നിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ SD എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് SD കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്താലും നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷൻ വരും. എൻക്രിപ്റ്റ് SD കാർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ പിൻ നമ്പർ ഏതാണ് കൊടുത്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റീഡിംഗ് ആയിട്ട് വരും. SD കാർഡിൽ ഒരുപാട് ഫയലുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. എൻ്റെ SD കാർഡിൽ കുറച്ച് ഫയലുകൾ മാത്രമേ ഞാൻ സേവ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം 437 MB മാത്രമേ ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. 100% ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 100% ആകാറായിട്ടുണ്ട്. 100% ആയിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡണ്ണ് കാണിക്കും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് യുവർ SD കാർഡ് ഹാസ് ബീൻ എൻക്രിപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡണ്ണ് കൊടുക്കാം. ഇനി ഈ ഒരു SD കാർഡ് നിങ്ങളുടെ ഈ ഒരു മൊബൈലിലല്ലാതെ മറ്റൊരു മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിക്കാം, പക്ഷേ അതിൽ നിങ്ങളുടെ ഫയലുകളൊന്നും തന്നെ ഷോ ആകുകയില്ല. ഓക്കെ, അതൊക്കെ എൻക്രിപ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് തന്നെ മറ്റൊരു മൊബൈലിൽ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ എടുക്കുക, ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് SD കാർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിക്രിപ്റ്റ് SD കാർഡ് എന്നായിരിക്കും കാണിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ പാറ്റേൺ ആൻഡ് പിൻ നമ്പർ ഏതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ അവിടെ റീഡിംഗ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. 100% ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് 100% ആയിക്കഴിഞ്ഞാൽ ഡിക്രിപ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മൊബൈലിലും ഈ ഒരു SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫയലുകൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. എൻ്റെ SD കാർഡിൽ കുറച്ച് ഫയലുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ താഴെ കാണാം ഡൺ എന്ന് കാണാൻ സാധിക്കും. യുവർ SD കാർഡ് ഹാസ് ബീൻ ഡിക്രിപ്റ്റഡ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, നമുക്ക് ഡൺ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന SD കാർഡ് മറ്റാരും ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെ എൻക്രിപ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നെ മറ്റൊരു മൊബൈലിൽ ഉപയോഗിക്കണമെങ്കിൽ ഡിക്രിപ്റ്റും ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.